ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ സിമ്പിളായിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ള ഈ ഒരു ചെരുപ്പാണ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു ചെരുപ്പാണ്. ബ്ലാക്ക് കളറിലുള്ള ചെരുപ്പ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാലിനും ഒരു ഭംഗി തോന്നിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഇട്ടേക്കുന്ന ഡ്രസ്സുമായിട്ട് നല്ലതായിട്ടൊന്ന് മാച്ച് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഈ ടോപ്പിൻ്റെ കൂടെ ഈ ഒരു ഷാൾ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ ഒരു കളറാണിത്. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആമി ട്യൂഷന് പോയേക്കുവാണ്. അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവളെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അവൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ആമി വന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ശരവണയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ആമിക്ക് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് ബുക്കോ അല്ലെങ്കിൽ സ്റ്റോറി ബുക്സൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ പ്രാവശ്യത്തെയും ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ ശരവണയിൽ വരാറുണ്ട് ക്രിസ്മസ് ട്രീയും ഡെക്കറേഷനും ഒക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ VR മാളിലും പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ആമയുടെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാമെന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ശരവണയിൽ വന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈം ആയ കാരണം കൊണ്ട് കുറച്ച് തിരക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോറി ബുക്സൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയ സമയത്തേ പറയുന്നുണ്ട് അവൾക്കും ഇതുപോലെ സ്റ്റോറി ബുക്സ് മേടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് എടുക്കാനാണ് പോയത്. ബെഡ് ടൈം സ്റ്റോറീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും പല മോഡലിലുള്ള ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറും പിങ്ക് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് വീട്ടിലിരിക്കുന്നത്. പിന്നെ റേറ്റ് ഞാൻ അങ്ങോട്ട് നോക്കാനായിട്ട് പോയില്ല, കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇത്തവണ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ സാൻഡയുടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നല്ല മഴയും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കിനിടയിൽ പെട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരികെ വരുന്ന വഴിക്ക് ഒരു റോസ് മിൽക്കും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് പോയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് നമ്മൾ കട്ടനോ ചായയോ ഒന്നും കുടിക്കാതെയാണ് പോയത്. പിന്നെ ആമയും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവൾക്ക് അങ്ങോട്ട് ടയേർഡായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ ഒരു റോസ് മിൽക്കാണ് മേടിച്ചത്. പിന്നെ വാവ് മോമോസിൽ കയറിയിട്ട് പാഴ്സലായിട്ട് മോമോസും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മോമോസ് അധികം കഴിക്കാറില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോൾ വെജ് മോമോസ് മേടിച്ചു തവണ. കുറേ നാളായി വാങ്ങിയിട്ട്. അങ്ങനെ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട്. എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ആമിക്കാണ് അതിഷ്ടം. പിന്നെ മൈദയിലുള്ള കാരണം കൊണ്ട് വലുതായിട്ട് അങ്ങനെ നമ്മൾ എടുക്കാറുമില്ല. അപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗാണ് നടത്തിയത്. അപ്പോൾ ഈ ഒരു പൗച്ച് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് നല്ല ഇഷ്ടമായി. ഇത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആമിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മഞ്ഞ കളറുള്ള പൗച്ച് അവൾക്ക് കൊടുത്തു. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മുടെ മേക്കപ്പ് ഐറ്റംസൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതിൽ ഇട്ട് കൊണ്ടുപോകാമല്ലോ, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗ് വന്നിട്ട് ട്യൂഷനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 200 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ. നല്ല റേറ്റ് കുറവാണ്, കാരണം ക്വാളിറ്റിയും കുറവാണ്. കാരണം ട്യൂഷനൊക്കെ 1-2 ബുക്സൊക്കെ അല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ എടുത്തത്. പിന്നെ കുറച്ച് സോക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ. കാരണം ഇപ്പോൾ ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിലും മാളിലൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഇടാമല്ലോ. പിന്നെ ഈ ഒരു സംഭവം കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. തണുപ്പൊന്നും അടിക്കാതിരിക്കാനായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വയ്ക്കുന്ന സംഭവമില്ലേ, അതാണ്.
പിന്നെ ആമിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പിന്നെ ഈ ബുക്കാണ് ഞങ്ങൾ എടുത്തത്, ബെഡ് ടൈം സ്റ്റോറീസാണ് എടുത്തത്. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ നൈറ്റ് വായിച്ചിട്ട് കിടന്നുറങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞു. അതുകൊണ്ടാണ് അത് മേടിച്ചത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നോട്ട് ബുക്സും പിന്നെ അതുപോലെ തന്നെ ഒരു ഡയറിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. കുറച്ച് നോട്ട് ബുക്സ് എടുത്തത് ആമിക്ക് വേണ്ടിയിട്ട് ട്യൂഷന് കൊണ്ടുപോകാനും പിന്നെ റഫ് നോട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ മോമോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെജിൻ്റെയാണ്, ക്യാബേജും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കറിവേപ്പില ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാൾ ഇരിക്കുമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് ഫ്രഷ് ആയിട്ട് അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ഞാൻ ഒന്ന് ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുവരെ പറയാത്തതും ചെയ്യാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ഞാൻ എന്തായാലും പണ്ടൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊക്കെ. പക്ഷേ കുറേ നാൾ നിർത്തി വെച്ചിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സുകളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും രാവിലെ വന്നിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ടെറസിലേക്ക് വന്നിട്ട് ചെടികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇരിക്കുന്നത് 10 മണി ചെടികളും പിന്നെ മറ്റേ ഹാങ്ങിങ് പോട്ട്സിൻ്റെതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് മണ്ണായിട്ടുണ്ട്. ഇനി അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജേണൽ എഴുതുക അല്ലെങ്കിൽ ഡയറി എഴുതുക എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ശീലം മിക്കവാറും സ്കൂൾ കുട്ടികൾക്കും കോളേജിലെ കുട്ടികൾക്കൊക്കെയാണ് പൊതുവേ ഉണ്ടാകുന്നത് അല്ലേ. ഞാനും ഹോസ്റ്റലിലായിരുന്നപ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സ്കൂൾ ടൈമിലൊക്കെ ഞാനും ഡയറി എഴുതുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാറുമാരൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഡയറി എഴുതണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ പറയുമായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഒരു ബുക്ക് എടുത്തിട്ട്. അപ്പോൾ ഞാൻ 2024 തന്നെ നവംബർ മാസത്തോടു കൂടിയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോടിത് ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം നേരത്തെ പറയാത്തത്, അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് തുടങ്ങിയ സമയത്ത് കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഉറപ്പും കാണത്തില്ലല്ലേ നമ്മളത് ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഷെയർ ചെയ്യാത്തത്. ഇപ്പോൾ എന്തായാലും പുതുവർഷം വരാൻ പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളാരും പുതുവർഷം വരെ കാത്തിരിക്കേണ്ട. ഇങ്ങനെ ഒരു ഡയറി എഴുതണം, ജേണൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഇതുകൊണ്ട് കുറേ ഗുണങ്ങളാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറേ നല്ല മൊമെൻറ്റ്സും കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് എഴുതി സൂക്ഷിക്കാം. അതായത് നമ്മളൊരു ഡയറി എടുക്കുക അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ആ ഒരു വർഷത്തിൽ ഓരോ ഡേറ്റിലും അതായത് ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം. ചിലരാണെങ്കിൽ സങ്കടമുള്ള കാര്യങ്ങളും എഴുതി വയ്ക്കാറുണ്ട്. പക്ഷേ അത് അങ്ങനെ സൂക്ഷിച്ച് വെക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് എഴുതിയിട്ട് അത് കീറിക്കളയാം അല്ലെങ്കിൽ കത്തിച്ച് കളയാം. അതായത് നമ്മളങ്ങനെ എഴുതി വയ്ക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരു ഭാരം ഇറങ്ങിപ്പോവാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരാളോട് പറയുമ്പോൾ ഒരിക്കലും അവരത് മനസ്സിൽ സൂക്ഷിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ. അതായത് നമ്മുടെ മനസാക്ഷി തന്നെയാണ് ഈ ഒരു ജേണൽ റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കിത് എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ചേഞ്ച് വന്നു. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ ഇതുപോലെ ഡയറി എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റാണ് എഴുതുന്നത്. കിടക്കുന്നതിന് മുന്നേ അന്നത്തെ ദിവസം നടന്ന നല്ല കാര്യങ്ങൾ മാത്രം എഴുതും. മോശം കാര്യങ്ങൾ ഞാൻ എഴുതാറില്ല കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാത്ത, നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഈ ഒരു ഡയറി എടുത്ത് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഈ ഒരു ദിവസം ഈ ഒരു ഡേറ്റിൽ ഇതൊക്കെ സംഭവിച്ചല്ലേ എന്ന് നമുക്ക് ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും.
അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഈ ഒരു ഡയറി എഴുത്തിൽ. അത് എത്ര പേർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് രീതിയിൽ ജേണൽ എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. നമ്മൾ ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യമേ തന്നെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം. നമ്മുടെ യൂണിവേഴ്സിനോടും ദൈവത്തോടും ഒക്കെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് നമുക്കതൊരു ശീലം തന്നെ ആയിക്കോളും, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിക്കോളും. ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു ഡയറി ഉണ്ടല്ലോ, അത് ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ എഴുതി തുടങ്ങിയ ഡയറിയാണ്. അതിനകത്താണ് നമ്മുടെ ഈ ഒരു വീട് പണി ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ ചിലവുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണ ചിലവുകളും, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. ഇന്ന് നമ്മൾ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും ആ ഡയറിയിലുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് വായിച്ചിട്ട് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു വർഷം ഈ നോട്ട്ബുക്കിലാണ് എഴുതി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യയോട് ഞാനിത് പറഞ്ഞു കൊടുത്തു. അവളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂ ഇയർ വരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ തുടങ്ങുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ ന്യൂ ഇയർ വരെ ആയിരിക്കട്ടെ എന്ന് കാത്തിരിക്കുന്നവരൊക്കെ മടിച്ചുകളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് കുറേ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണത്തില്ലേ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ഡയറി എഴുത്ത് അല്ലെങ്കിൽ ജേണൽ എഴുത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി തുടങ്ങുക. ഇന്ന് തന്നെ എഴുതി തുടങ്ങുക. നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. അത് എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ആരോടും പറയാൻ പറ്റാത്ത കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കാണും. അത് നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന പോലെ എഴുതി നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാം. പിന്നീട് നിങ്ങൾക്കതെടുത്ത് നോക്കാം. നിങ്ങളുടെ മനസാക്ഷി തന്നെയായിരിക്കും ആ ഒരു ഡയറി അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കാരമലൈസ് ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത്. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിരുന്നു. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് കട്ട പിടിച്ച് പോവും. അതൊന്ന് ഉരുകി വരാനായിട്ട് അനുവദിക്കുക. ഒരു 10 മിനിറ്റോളം എടുക്കും. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കേണ്ടത്. അങ്ങനെ ഇതൊന്ന് ഉരുകി തുടങ്ങി ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ 1/2 കപ്പ് തന്നെയാണ് നമ്മൾ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് ദേഹത്തൊക്കെ തെറിക്കും. അപ്പോൾ ആദ്യം ഒരു കട്ട പിടിച്ചതുപോലെ ഇരിക്കും, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ഒന്ന് കാരമലൈസ് ഒന്ന് ലൂസായി വരും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ബാറ്ററൊക്കെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കേക്കാണ് അതും. ആദ്യം തന്നെ നമ്മൾ ട്രേക്ക് അകത്ത് വയ്ക്കാനുള്ള ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യണം. ഒന്നുകിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് പേപ്പർ ട്രേയുടെ ഷേപ്പിനകത്ത്, ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്, സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചേക്കണം. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആ ഒരു കാരമൽ സിറപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അതൊന്ന് അതിലേക്കൊന്ന് സോക്കായി നല്ലതായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര വീണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും 2 ചെറിയ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഷുഗർ പൗഡർ ഉണ്ടാക്കാനാണ്. അതിനുശേഷം നമ്മൾ വേറൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും 1 അടപ്പോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 പൾസ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട്
കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ 1 നുള്ള് ഉപ്പ് ചേർക്കുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ്. അതിനുശേഷം ഈ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3-4 തവണ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒറ്റ തവണയാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലം കേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിലേക്ക് പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഓൾറെഡി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കാരമൽ സിറപ്പ്, അത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ചൂടോടുകൂടി നമ്മളൊരിക്കലും ബാറ്ററിൽ ചേർക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇതായി പോവും, ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല, പൊങ്ങി വരത്തില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ എടുത്തിട്ട് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എയർ ഹോൾസും ബബിൾസൊക്കെ ഒന്ന് പോകാനാണ്. അതിന് ശേഷം നമ്മളിതിലേക്ക് നട്ട്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചേർത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചെറി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ട്യൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നട്ട്സ് മാത്രമാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുക്കറൊന്ന് പ്രീ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കേക്ക് ടിന്ന് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടണം. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാവാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ഹീറ്റിനനുസരിച്ചൊക്കെ ആയിരിക്കും കേക്ക് റെഡിയാവുന്നത്. കൂടുതൽ പേർക്കും 45 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. കുക്കറിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തും ഇതുപോലെ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത് നല്ലതായിട്ട് ഇത് ചൂടൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ചൊന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് റെഡിയാക്കി പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ മറന്നു പോവാതെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് പാഡിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടതാണ്. ഫോണിൽ തന്നെ ചില സമയത്ത് ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, ചിലത് നമ്മൾ പെട്ടെന്ന് ഓർക്കാത്ത കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ഡിന്നർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇതൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ചൊന്ന് അടിയിലോട്ടായി പോയിട്ടുണ്ട്. കുറച്ച് മൈദമാവിലൊക്കെ ഒന്ന് മുക്കിയിട്ടാണ് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ എല്ലാം മേലോട്ടൊക്കെ ആയേനെ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു പ്ലം കേക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിനിമം ഒരു 3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചുമ്മാതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എല്ലാ പ്രാവശ്യവും ഞാനിതുപോലെ കേക്കൊക്കെ വയ്ക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഇത്തവണ ലേറ്റായി പോയി. ഇവിടെ വലുതായിട്ട് കേക്കൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മോളാണെങ്കിലും വലുതായിട്ട് അങ്ങനെ കേക്കൊന്നും കഴിക്കാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാത്തത്. പിന്നെ നമ്മൾ ഇതിനിടയിൽ തന്നെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അളവൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.